ഹായ് എല്ലാവർക്കും ദാസ് പിക്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരാൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. അത് മറ്റാരുമല്ല, ശ്രീകുമാർ മേനോൻ. 2018 ലാലേട്ടനെ വെച്ച് ഒടിയൻ എന്ന സിനിമ സംവിധാനം ചെയ്ത ശ്രീകുമാർ മേനോൻ തന്നെയാണ്. അപ്പോൾ 2018 ശേഷം ഏകദേശം 7 വർഷത്തോളം ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത് ലാലേട്ടൻ്റെ മീശയാണ്. അതൊരു സിനിമ ന്യൂസായിട്ട് മാത്രമല്ല, മലയാളികളുടെ മനോഭാവവും അല്ലെങ്കിൽ നമ്മളെ എത്തരത്തിലാണ് കാലങ്ങൾ കഴിയുമ്പോൾ ചിലരെ കല്ലെറിയുന്നതും കാലങ്ങൾ കഴിയുമ്പോൾ ചിലരെ പൊക്കിയടിക്കുന്നതൊക്കെ എന്നുള്ള ഒരു കമ്പാരിസൺ വീഡിയോ കൂടിയാണിത്. നമുക്ക് ആദ്യം എന്തിനു വേണ്ടി ശ്രീകുമാർ മേനോന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങി എന്നുള്ളത് പറയുന്നതിന് മുമ്പ് മറ്റൊരാൾക്കും കൂടി നമുക്ക് നന്ദി പറയേണ്ടതുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ തുടരും സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ നമ്മുടെ സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ ഈ ലേറ്റസ്റ്റ് യങ് സംവിധായകൻ തരുൺ മൂർത്തി. അപ്പോൾ അദ്ദേഹത്തിനും കൂടി നന്ദി പറയണം. അപ്പോൾ അദ്ദേഹത്തിന് എന്തിന് നന്ദി പറഞ്ഞു അല്ലെങ്കിൽ ശ്രീകുമാർ മേനോൻ എന്തിന് നന്ദി പറഞ്ഞു തുടങ്ങുന്നു എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. ആദ്യം തന്നെ നമുക്ക് ഒടിയൻ 2018 ഇറങ്ങിയ ഒരു സിനിമ ഒടിയൻ. അതിൻ്റെ പേരിൽ ലാലേട്ടന് ഒരുപാട് കല്ലെറിയലുകളും റോസ്റ്റിങ്ങുകളും ട്രോളുകളും ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് അക്കാലത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ലാലേട്ടൻ ഒരു അപ്പിയറൻസിൻ്റെ പേരിൽ അത്രയധികം ഒരു തെറി കേട്ട അല്ലെങ്കിൽ അത്രയധികം ഒരു ബോഡി ഷെയ്മിങ് കേട്ട ഒരു വ്യക്തി ഈ ഒരു സമൂഹത്തിൽ, നമ്മുടെ ഒരു കേരളത്തിലാണെങ്കിലും ഏത് മേഖല എടുത്താലും അത്രത്തോളം ഒരു ബോഡി ഷെയ്മിങ് കേട്ട ഒരാൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അങ്ങനെ മറ്റൊരാൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ആ തരത്തിൽ അത് സിനിമയെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക്, ഒടിയൻ എന്ന സിനിമയെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് ആ ഒരു സിറ്റുവേഷൻ മാറുകയാണ്. അതായത് ശ്രീകുമാർ മേനോൻ ലാലേട്ടനെ നശിപ്പിച്ചു, ലാലേട്ടനെ ഇനി പഴയതായിട്ട് തിരിച്ച് കിട്ടില്ല, ഇങ്ങനെയുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നൊരു കാലം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് 2017 ആദ്യമായിട്ട് ലാലേട്ടനെ ഈ ഒരു രൂപത്തിൽ കാണുന്നത്, അതായത് 2017 ഒടിയൻ ഷൂട്ട് നടക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ അപ്പിയറൻസ് അധികം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2017 മൈജി, നമ്മുടെ എടപ്പള്ളിയിലെ മൈജി ആദ്യമായിട്ട് ഇനാഗുറേഷൻ ചെയ്യാൻ വന്നത് ലാലേട്ടനാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ മൈജി. എൻ്റെ വീട് ചങ്ങമ്പുഴ പാർക്കിലാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഇതിനു മുമ്പ് ഒരു സിനിമയുടെ സെറ്റ്, അതായത് ഒബ്രോൺ മാളിൽ വെച്ച് കാസിനോവേട ഒരു ലോഞ്ചിന് ഞാൻ പോയിട്ടുണ്ടായി. അന്ന് നമ്മുടെ റോയ് ഒക്കെ ഉണ്ടായിരുന്നു, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ, അവരൊരു സംഘടിപ്പിച്ചൊരു പരിപാടിയിലാണ് ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത്. അന്ന് മീശയൊക്കെ ഉണ്ട് ലാലേട്ടന്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് 2017 മൈജി ഓപ്പൺ ചെയ്യുന്നത് കാണാനായിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് നെവിൻ. അപ്പോൾ അവനന്ന് ക്യാമറ ഉണ്ട്, 700D എന്ന് പറഞ്ഞൊരു ക്യാമറ ഉണ്ട്. അപ്പോൾ അവനന്ന് ഫേസ്ബുക്കിലൊക്കെ അതിലൊക്കെ വീഡിയോ ഇട്ട്, പിന്നെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു മറ്റേ സംഭവം മദ്യത്തിൻ്റെ മറ്റൊരു ചാനലുണ്ട് ഫേസ്ബുക്കിൽ. അപ്പോൾ ആ ചാനലിൽ ഫോട്ടോ എടുത്തിടാം, അങ്ങനെ നമുക്ക് ഫേമസ് ആകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോകണേ ലാലേട്ടൻ്റെ അപ്പിയറൻസും കാണാമല്ലോ. അവിടെ ചെന്നപ്പോൾ ഒരു മഹാജനം, ഒരു ഇന്ന ജനം നിൽക്കണം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു നടൻ വന്നിട്ട് ഇത്ര തിരക്ക് കാണുന്നത്. തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ചത്തുവൻ പോയി, അത് വേറെ കാര്യം, അത് ഞാൻ പറയാം. അപ്പോൾ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ കാത്തു നിൽക്കണേ, ലാലേട്ടൻ്റെ അപ്പിയറൻസ് ആദ്യമായിട്ട് റിവീൽ ചെയ്യാൻ പോകണേ. അപ്പോൾ അക്ഷമരായിട്ട് ഒരുപാട് ജനങ്ങൾ കാത്തിരിക്കണം. മെട്രോൻ്റെ പില്ലറിലൊക്കെ ആളുകൾ പിടിച്ച് കയറുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ പോലീസിനെ നിയന്ത്രിക്കാനാവാത്ത വിധം അവിടെയൊക്കെ ബ്ലോക്കായി, വൻ ബ്ലോക്കായി, എടപ്പള്ളി മൊത്തം വൻ ബ്ലോക്കായി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ അപ്പിയറൻസായിട്ട് വരികയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ലാലേട്ടൻ്റെ മീശ ഇല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം. ഞങ്ങൾ ലാലേട്ടനെ കാണുന്നു, നിയന്ത്രിക്കാനാവാത്ത വിധം തിരക്ക് കൂടി, ഒരുപാട് ആളുകൾ ആ തിരക്കിൻ്റെ ഇടയിൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു സെലിബ്രിറ്റി വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർ പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആ തിരക്കിൻ്റെ ഇടയിൽ നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകൾക്ക് എന്തോ കഷ്ടിച്ച ആളുകൾ രക്ഷപ്പെട്ട് പോകണമാണ്. കാരണം എൻ്റെ കൺമുന്നിൽ കണ്ട ഒരു പെണ്ണിന് ശ്വാസം കിട്ടാതെ നിൽക്കുന്നതും, ഞാനിങ്ങനെ 4 വശത്തുനിന്നും നമ്മളിങ്ങനെ പ്രഷർ ചെയ്ത് ഒരു കണക്കിന് ഞാനും പുറത്തെത്തി. പക്ഷേ ഭാഗ്യവശാൽ അവൻ ലാലേട്ടൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായി. നമ്മൾ ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ ലിറ്ററലി എനിക്ക് മനസ്സിലായില്ല മോൻ ലാലേട്ടനാ അന്ന്. പക്ഷെ ആരും അധികം ട്രോളിയില്ല. ലാലേട്ടൻ മാറിപ്പോയി എന്നൊക്കെയുള്ള രീതിയിലാണ് ആ സമയത്ത് ആ ചുറ്റുപാടിലെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വെച്ച്. 2 ദിവസം കഴിഞ്ഞ് ഇവൻ ഫോട്ടോ ഇട്ട് ആ ചാനലിൽ ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ട്രെൻഡായി. ഇവൻ്റെ ഫോട്ടോയ്ക്കൊക്കെ നല്ല ലൈക്ക്, നല്ല കമൻറ്റൊക്കെ കിട്ടി. ആ ഫോട്ടോയടക്കം ആളുകൾ ട്രോളാൻ ഉപയോഗിച്ചെന്നുള്ളത് പിന്നീട് നടന്നൊരു കാര്യം. ലാലേട്ടൻ്റെ ഫോട്ടോ പല ആംഗിളിൽ നിന്നും എടുത്ത ആളുകൾ അത് നടത്തിയത് ഒരു ട്രോൾ മെറ്റീരിയൽ എന്നുള്ള രീതിയിലേക്ക് ലാലേട്ടൻ്റെ മുഖം പിന്നീട് മാറ്റപ്പെട്ടു. സമീപകാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇത്ര നാളത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഒരു എന്താ പറയുക, ഇത്രയധികം ട്രോള് കിട്ടിയ, റോസ്റ്റിംഗ് കിട്ടിയ, ഇത്രയധികം
ഒരു ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ, മുഖം ഒന്ന് മാറിയതിൻ്റെ പേരിൽ ഇത്രയധികം ബോഡി ഷേമിങ് കിട്ടിയ ഒരു വ്യക്തി മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒരു മീശ പഠിച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മുഖം ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിയതിൻ്റെ പേരിൽ ഇത്രയധികം ഒരു ട്രോള് അല്ലെങ്കിൽ കുറ്റം കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ആ രീതിയിൽ അത് സിനിമയെ എങ്ങനെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ, ഓൾറെഡി ആ ഒരു അപ്പിയറൻസിൻ്റെ പേരിൽ ലാലേട്ടനെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കണേണ്. കാരണം ആ സമയത്ത് ഞങ്ങൾ ലൈവായിട്ട് കണ്ടാൽ ലാലേട്ടനെ കുറ്റം പറയാൻ അന്ന് ആരുമില്ല. എല്ലാവരും അന്തം വിട്ടിരിക്കണേ, ഇത് ലാലേട്ടൻ തന്നെ ആണെന്നുള്ള സ്കീമിലാണ് അന്ന് നിൽക്കുന്നത്. പക്ഷെ അതിനുശേഷം ഒരു ട്രോൾ മെറ്റീരിയലായി ലാലേട്ടൻ മാറി സോഷ്യൽ മീഡിയകൾ കളിയാക്കാൻ തുടങ്ങി, റോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അന്നൊക്കെ നമ്മുടെ റിവ്യൂവർമാരൊന്നും അധികം ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ അവർ റിവ്യൂവർമാരുണ്ട്, പക്ഷെ ആ രീതിയിൽ അവരങ്ങനെ ചർച്ച ചെയ്യുന്നില്ല. ട്രോളന്മാരായിരുന്നു കൂടുതൽ. അപ്പോൾ ലാലേട്ടനെ കുറ്റം പറയുന്നു, ആൻ്റണി പെരുമ്പാവൂർ ഇടപെട്ടു എന്ന് പറയുന്നു, ശ്രീകുമാരൻ തമ്പീനെ ചീത്തയേക്കുന്നു. ഒരുപാട് ഹൈപ്പ് കിട്ടിയ ഒരു സിനിമ ഈ അപ്പിയറൻസിൻ്റെ പേരിൽ കൂടി സിനിമ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നു. പിന്നീട് എൻ്റെയൊക്കെ സങ്കടം. അപ്പം നിങ്ങൾ ചോദിക്കും, നീയൊക്കെ അടക്കം വന്ന് കളിയാക്കിയില്ലെന്ന് ചോദിക്കും. ഞാൻ കളിയാക്കിയില്ല, ഞാൻ ആലോചിച്ചത് അതിൻ്റെ പേരിൽ ഒരുപാട് വീഡിയോസ് ഇറങ്ങി. ലാലേട്ടൻ ഇനി പഴയ പോലെ ആവാൻ പറ്റില്ല, ഇതുപോലെ ചെയ്തവർ, ഇതുപോലെ മുഖം ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർ പിന്നീട് പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ അങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ലാലേട്ടനെ പിന്നീടുള്ള സിനിമകളിലൊക്കെ ആ മുഖഭാവം, ആ തൊടുത്ത കവിളും, ആ ഒരു നമ്മുടെ ഈ ആകെ അപ്പിയറൻസിൽ പുള്ളിയുടെ നടന വൈഭവം പുറത്തിറക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പുള്ളിയുടെ കാര്യങ്ങൾ, ഫേസിൽ എക്സ്പ്രഷൻസ് എന്നൊക്കെ മാറിപ്പോയപ്പോൾ നമ്മളും ഡൗട്ട് അടിച്ച്. കാരണം ഇനി പഴയ ലാലേട്ടനെ പോലെ പുള്ളിയുടെ അഭിനയത്തെ അത് ബാധിച്ചു എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ടെൻഷൻ, അതായത് സാധാരണ മലയാളി ആഗ്രഹിക്കുന്ന ഒരു അല്ലെങ്കിൽ വിചാരിക്കുന്നൊരു കാര്യം എനിക്കും തോന്നി. അപ്പോൾ ആ ഒരു സിനിമ, ആ ഒരു ഇത്ര വർഷം കഴിഞ്ഞിട്ട്, 7 വർഷത്തോളം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലാലേട്ടൻ പരാജയപ്പെട്ടതായ അല്ലെങ്കിൽ നല്ല സിനിമകൾ ഒരുപാട് ചെയ്ത്, അതിൽ ദൃശ്യം 3 ഈ സമയത്തൊക്കെ ശരിക്കും നമ്മൾ താടി വെച്ചിട്ട് പോലും ലാലേട്ടൻ്റെ ഈ കണ്ണിൻ്റെ ആ സൈഡൊക്കെ ഒരുപാട് മാറിയിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായി. പക്ഷേ അതിനുശേഷം നമ്മൾ ഈ ശ്രീകുമാർ മേനോനൊക്കെ റോസ്റ്റിൻ്റെ അങ്ങേപ്പുറം, അതിനുശേഷം അദ്ദേഹത്തിന് ഒരു സിനിമ പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നീട് നമ്മുടെ തരുൺ മൂർത്തി, ലാലേട്ടൻ താടി പഠിച്ച് ഇനി അഭിനയിക്കില്ല എന്നുള്ള തരത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ വൈറലായിരിക്കുന്ന സമയം, ഇനി ലാലേട്ടൻ പഴയ ലുക്കിലേക്ക് തിരിച്ചു പോകില്ല. ലാലേട്ടൻ്റെ ഒരു ഐക്കോണിക് ഫിഗർ അല്ലെങ്കിൽ ഐക്കോണിക് ഒരു രൂപം എന്ന് പറയുന്നത് മീശ വിരിച്ച ലാലേട്ടൻ എന്നാണ്. മീശ വിരിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളത് ലാലേട്ടൻ എന്നുള്ള രീതിയിലേക്ക് ഓട്ടോമാറ്റിക്കലി കൊണ്ടെത്തിക്കും. ലാലേട്ടൻ്റെ ഒരു ഐക്കോണിക് മീശ വിരി എന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ച് മീശ വിരി എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ മീശ വിരി, ലാലേട്ടൻ്റെ മുണ്ടുടുക്കൽ, ഇതൊക്കെയാണ് നമുക്കെല്ലാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ കട്ട മോഹൻലാൽ ഫാൻ അങ്ങനെയല്ല, നമ്മളൊരു ആരാധകൻ, ഒരു ആദരിക്കുന്ന ഒരാളെന്ന നിലയിൽ ലാലേട്ടൻ മീശ ആയിട്ട് വരുമ്പോൾ നമ്മളെയൊക്കെ അത് വല്ലാത്ത രീതിയിൽ ഇമ്പ്രസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ പറയുക, അങ്ങനെ കാണാൻ ആഗ്രഹിക്കേണ്ട ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയിൽ ലാലേട്ടൻ്റെ അത്ര ലുക്കുകൾ, കഥാപാത്രത്തിന് എപ്പോഴും താടി വെച്ച ലുക്കായിരിക്കും അല്ലല്ലോ വേണ്ടത്, എല്ലാ ലുക്കിലും വരണം. അപ്പോൾ അത്തരത്തിലുള്ള ലുക്കിലേക്ക് ലാലേട്ടൻ എപ്പോൾ വരും എന്ന് ആലോചിക്കാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല. അത് കളിയാക്കലിൻ്റെ പേരിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ചിന്തിക്കുന്നതിൻ്റെ പേരിലാണെങ്കിലും എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവന്നത് നിലവിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു റോസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രോളുകൾ ലാലേട്ടൻ്റെ താടിയെ പറ്റിയാണ്. ആ സമയത്ത് ആ താടിയെ രജിസ്റ്റർ ചെയ്തത് ലാലേട്ടൻ്റെ സിനിമയിലൂടെ തന്നെ, തുടരൂരിലൂടെ തന്നെ, ഞാൻ താടി വിളിച്ചത് നിനക്കൊക്കെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനെ ട്രോളുന്നു. അതിൽ തരുൺമൂർത്തി തന്നെ പറയുന്നുണ്ട്, ലാലേട്ടൻ ഈ ട്രോളുകളും റോസ്റ്റുകളെല്ലാം ലാലേട്ടൻ കാണുന്നുണ്ട്. ലാലേട്ടൻ അതിന് പ്രതികരിക്കാൻ പോകുന്നില്ല. അത് ലാലേട്ടൻ ആ ഒരു സ്പിരിറ്റിൽ എടുക്കുന്ന, എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാൾ. പക്ഷെ അതിന് ശേഷം തരുൺമൂർത്തി തന്നെ, അതായത് ജനങ്ങളുടെ, പ്രേക്ഷകൻ്റെ പൾസറിയുന്ന ഒരു വലിയൊരു സംവിധായകനാണ് ഇപ്പോൾ യുവനിരയിലുള്ള ഈ തരുൺമൂർത്തി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ ഒരു സിനിമയിൽ ഒരു പോലീസ് ഓഫീസറായിട്ട് വരുന്ന സിനിമയിൽ കട്ട മീശ പിരിച്ചു വെച്ച് ഈ ലുക്കായിട്ട് തരുൺമൂർത്തി തന്നെ ലാലേട്ടനെ വീണ്ടും പുനഃപ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പ്രേക്ഷകൻ്റെ പൾസറിഞ്ഞിട്ടുള്ള ഒരു സംവിധായകൻ, അതാണ് ഞാൻ രണ്ടാമത് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞത്. അപ്പോൾ ശ്രീകുമാർ മേനോൻ നമ്മളാദ്യം കല്ലെറിഞ്ഞ ആൾ, അപ്പോൾ ഇതിനൊക്കെ കാരണമായ ആളെ പൂജിക്കുന്ന അവസ്ഥയിലേക്ക് കാലം കൊണ്ടെത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നമുക്കൊന്ന് ആലോചിക്കാം, നമ്മൾ പഴയ ലാലേട്ടൻ്റെ ലുക്ക്, മീശ വെച്ചുള്ള ലുക്കും പഴയ ലാലേട്ടൻ്റെ ഫേസ് എക്സ്പ്രഷനൊക്കെ മാറിപ്പോയി. നിങ്ങൾ ഇതിനു മുമ്പുള്ള സിനിമകളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരുപാട് ഞാൻ ഈ സൈഡിൽ സ്ക്രീൻഷോട്ടായിട്ട് കാണിക്കാം.
അപ്പോൾ ഈ സ്ക്രീൻഷോട്ടുകളിലൊക്കെ ലാലേട്ടൻ്റെ പഴയ രൂപം നിങ്ങളൊന്ന് സങ്കല്പിച്ചിട്ട് ഇപ്പോഴുള്ള ലാലേട്ടൻ്റെ രൂപത്തിലേക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മാറി ചിന്തിച്ചാൽ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഫേസിൽ ചെയ്ത ട്രീറ്റ്മെൻറ്റ് വലിയൊരു മാറ്റം ലാലേട്ടൻ്റെ ഫേസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര യങ്ങായി ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ മാറ്റം തന്നെയാണ്. ഇനി എന്തായാലും ഈ ഒരു വീഡിയോയോടുകൂടി അല്ലെങ്കിൽ തന്നെ ഞങ്ങളൊക്കെ ഓൾറെഡി സംസാരിക്കുന്നുണ്ട്, ഈ ഒരു വീഡിയോയോടുകൂടി ലാലേട്ടൻ്റെ ഈ ശ്രീകുമാർ മേനോന് ഒരുപാട് നല്ല കമൻറ്റുകൾ ഇനി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇതാണ് സംസാരിച്ചത്. എന്തായാലും തരുൺമൂർത്തിക്ക് പ്രേക്ഷകൻ്റെ പൾസ് അറിയാം. ഈ നമ്മൾ സോഷ്യലായിട്ട് നമ്മൾ ഈ സമൂഹത്തിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് അത് ലാലേട്ടനെ കൊണ്ട് തന്നെ ഞാൻ താടി കളിച്ച് നിനക്കെന്താ പ്രശ്നം എന്ന ഈ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഒക്കെ പോലെ അതിലൂടെ തന്നെ ചോദിച്ചിട്ട് അത് സിനിമയ്ക്ക് അപ്പുറം ലാലേട്ടനെ പറ്റി സംസാരിക്കുന്ന ആളുകൾ ലാലേട്ടൻ ആ സിനിമയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിൽ കൂടി ആ സിനിമയെ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് തരുൺമൂർത്തിയുടെ വിജയം. അതിനുശേഷം ലാലേട്ടനെ കൊണ്ട് മീശ ഓടിക്കുന്നു. ഇതേത് സിനിമയാണെന്ന് പ്രേക്ഷകൻ ചോദിക്കുന്നു. ഇത് തരുൺമൂർത്തിയുടെ അടുത്ത സിനിമയാണ്. അത് ലാലേട്ടൻ മീശ വെച്ചാണ് അഭിനയിക്കുന്നത്. അതൊരു വലിയ ചർച്ചയായി. ഒടിയൻ എങ്ങനെ ഡീഗ്രേഡായി അതേ രീതിയിൽ തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ് വ്യാപകമായി. ലാലേട്ടൻ്റെ മീശ വെച്ചുള്ള നമ്മുടെയൊക്കെ ഐക്കോണിക്, നമ്മുടെയൊക്കെ സിമ്പിൾ ഓഫ് മലയാളി എന്ന രീതിയിൽ നമ്മൾ ലാലേട്ടൻ്റെ മീശയെ കൊണ്ടാടുമ്പോൾ ലാലേട്ടൻ്റെ അപ്പിയറൻസ്, ഇവിടെ നടക്കുന്ന ബോഡി ഷെയ്മിങ്ങുകളൊക്കെ അതിൻ്റെയൊക്കെ ഒരു ആകെത്തുക കഴിഞ്ഞ 7-8 വർഷത്തോളം നമ്മുടെ മലയാളികൾ കളിയാക്കിയും തള്ളിപ്പറഞ്ഞും ഇപ്പോൾ നമ്മൾ അനുകൂലിച്ചുമൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലൊരു വീഡിയോ ഇവിടെ പ്രസക്തമാണെന്ന് തോന്നിയുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ഇതുവരെ സഹിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. നമ്മുടെ വീഡിയോ ആരും ലൈക്കൊന്നും ചെയ്യുന്നില്ല. ഇതിനകം തന്നെ ആകെ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.